എങ്ങനെയാണ് ക്രൂശിതനായ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റെല്ലാറ്റിനെ കുറിച്ചും അജ്ഞനെ പോലെ നിങ്ങളുടെ മധ്യേ ആയിരിക്കണമെന്ന തീരുമാനമായിരുന്നു. സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത് സഭയോട് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിന്റെ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്ന വളരെ പ്രശസ്തമായ ഒരു വാക്കാണ് സ്തോത്രം. ഒരു ക്രിസ്ത്യൻ ആയ ഒരു വ്യക്തി ഹല്ലേലൂയ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ഈ 2-ാമത്തെ വാക്യം. ക്രൂശിതനായ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റെല്ലാറ്റിനെ കുറിച്ചും അജ്ഞനെ പോലെ ഇരിക്കണമെന്ന് എന്റെ ആഗ്രഹമായിരുന്നു. സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ നമുക്കറിയാം. പൗലോസ് അപ്പോസ്തലന്റെ ഒന്നാമത്തെ മിഷണറി യാത്ര അദ്ദേഹം സന്ദർശിക്കുന്നവർ അല്ലെങ്കിൽ നേരത്തെ പോയിട്ടുള്ള സ്ഥലമാണെങ്കിലും ഒന്നാമത്തെ മിഷണറി യാത്ര AD 53 സ്റ്റാർട്ട് ചെയ്ത ശേഷം അദ്ദേഹം കൊരിന്ത് എന്ന സഭയ്ക്ക് എഫെസോസിൽ ഇരുന്ന് എഴുതിയ ഒരു ലേഖനത്തിലെ വാക്കുകളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ആ സമയം ഇന്നത്തെ ഈ കൊരിന്ത് പറയുന്ന സിറ്റി, ഇന്നത്തെ ഗ്രീക്ക് എന്ന് പറയുന്ന, ആ സമയം അന്നും ഗ്രീക്കിലെ ഒരു സിറ്റിയാണ് എഫെസസ് എന്ന് പറയുന്നത്. ഇന്നത്തെ ടർക്കി എന്ന് പറയുന്ന രാജ്യത്തിലെ ഒരു സ്ഥലവുമാണ്. ഏകദേശം 500 കിലോമീറ്റർ ഡിഫറൻസ് രണ്ട് സിറ്റികൾ തമ്മിലുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്ന ഒരു ലെറ്ററാണ്. ആദ്യം തന്നെ അവരെ കൊരിന്തിനെ വിസിറ്റ് ചെയ്തപ്പോൾ അവരോട് സംസാരിച്ച സമയത്തുണ്ടായിരുന്ന ചില അദ്ദേഹം എങ്ങനെയായിരുന്നു അവരുടെ മധ്യയായിരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ അവരോട് വിശദീകരിച്ച് പറയുന്നു. നമുക്കറിയാം ആ ഒരു സമയത്ത് ഈ കൊരിന്തിലെ സഭ ഒരു ലെറ്റർ പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരുന്നു. അതായത് കൊരിന്ത് സഭയിൽ ആ സമയത്ത് ഉണ്ടായി വന്ന ചില സംഭവ വികാസങ്ങൾ. അതായത് കൊരിന്ത് നമുക്കറിയാം, കൊരിന്ത് ഗ്രീക്കിലായിരുന്നു. ഗ്രീക്കിലെ ചില തത്വചിന്തകളുടെ സ്വാധീന ഫലമായി വിശ്വാസികളുടെ മധ്യേ പല ചോദ്യങ്ങൾ ഉയർന്നു വന്നു. അതായത് ആത്മാവ് ശുദ്ധിയുള്ളതായതുകൊണ്ട് ബോഡിയിൽ ആത്മാവ് പുറത്തു വരണം, അതുകൊണ്ട് ബോഡിയിലെ പല കാര്യങ്ങളും അശുദ്ധമാണെന്നൊരു ചിന്ത ആ സമയത്ത് വിശ്വാസികളുടെ ഇടയ്ക്ക് ഉയർന്നു വന്നു. മാത്രമല്ല യേശു കർത്താവിന്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് വളരെ ചോദ്യങ്ങൾ ഉയർന്നു വന്നു. കൂടാതെ മറ്റു ചില സംശയങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അവർ പക്ഷം പിടിച്ചിട്ട് പരസ്പരം സംസാരിക്കുന്ന രീതി അവിടെ ഉയർന്നു വന്നു. കൂടാതെ തലയിൽ വസ്ത്രം ധരിക്കുന്നത് ശരിയാണോ, അങ്ങനെ വേണമോ, അല്ലെങ്കിൽ ദരിദ്രന്മാർക്ക് ധനശേഖരം നടത്തേണ്ട ആവശ്യത്തെക്കുറിച്ച് അങ്ങനെ കുറെ ചോദ്യങ്ങൾ ഉയർന്നു വന്ന ഒരു സാഹചര്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ അവർക്ക് എന്താണോ ആവശ്യമുള്ളത് അത് കൊടുത്തുകൊണ്ട് എഴുതുന്ന ഒരു ലേഖനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അതായത് അവിടെ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനല്ലാതെ, അതായത് എന്താണ് ഈ വാക്കിലൂടെ അദ്ദേഹം അവരോട് പറയാൻ ശ്രമിക്കുന്ന കാര്യം നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ സമയത്ത് കൊരിന്ത് സഭയിലെ സിറ്റുവേഷൻ ആകപ്പാടെ കലുഷിതമായിരുന്നു. ഏകദേശം യേശു കർത്താവ് ക്രിസ്ത്യാനിറ്റിയുടെ, നമ്മൾ ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ യേശുവിനെ പോലെ യേശു കർത്താവിനെ ആര് ഫോളോ ചെയ്യുന്നു ആ വ്യക്തിയാണ് ക്രിസ്ത്യൻ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ യേശു കർത്താവ് ഭൂമിയിൽ ഒന്ന് മരിച്ചു ഉയർത്തുന്നതിന് ശേഷം 20 വർഷം കഴിഞ്ഞ ശേഷം ആ കാലഘട്ടത്തിലുള്ള സഭയുടെ അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു ലേഖനത്തിലൂടെ. അതായത് ആ സഭ എഴുതിയ ചില ചോദ്യങ്ങൾ, ആ സമയത്ത് സഭയിലുണ്ടായ സംഭവ വികാസങ്ങൾ, ഹല്ലേലൂയ, അതിലേക്കാണ് പൗലോസ് അപ്പോസ്തലൻ വിരൽ ചൂണ്ടുന്നത്. അതായത് ആ സമയത്ത് ആ വിശ്വാസികൾ പൗലോസിനെ മറ്റു ചില തരത്തിൽ അവർ അക്യൂസ് ചെയ്യുന്നുണ്ട്. പൗലോസിന്റെ ഉപദേശങ്ങളും ചില പൗലോസിനെ അപ്പോസ്തലൻ വിളിക്കുന്ന തന്നെ വിളിച്ചിരുന്ന പദവിയെ കുറിച്ചൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നുമുണ്ട്. അപ്പൊ എന്തായാലും പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അതായത് പൗലോസ് അപ്പോസ്തലൻ പറയാം, യേശുവിനെ അല്ലാതെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും എനിക്ക് അറിയത്തില്ല. അതായത് ആ കൊരിന്ത് ഗ്രീക്ക് തത്വജ്ഞാനികളെ പലപ്പോഴും വാഗ്വാദങ്ങളിൽ തോൽപ്പിച്ചിട്ടുള്ള പൗലോസാണ് ഈ പറയുന്നത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ. അതായത് ഗ്രീക്കിലെ തത്വജ്ഞാനത്തിന്റെ ആ ഉന്നത ശ്രേണി നിൽക്കുന്ന ജനത്തെ, അവരെ കീഴടക്കാൻ തക്ക വാഗ്വൈഭവം ഉണ്ടായിട്ടും അല്ലെങ്കിൽ അവരെ കീഴടക്കാൻ തക്ക അറിവുണ്ടായിട്ട് പോലും പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ, അതായത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്തു എന്ന ഒറ്റ വ്യക്തിയെക്കുറിച്ച് മാത്രമേ എനിക്ക് അറിയുള്ളൂ എന്നൊരു ബോധ്യം അഭിനയിച്ചുകൊണ്ട് അവിടെ മധ്യമായിരിക്കുക. സ്തോത്രം. അതായത് ക്രിസ്തുവാണ് എല്ലാത്തിലും എല്ലാം. അതായത് സാൽവേഷന്റെ പ്രധാന കേന്ദ്രം യേശു ക്രിസ്തുവാണെന്നുള്ള ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ സാൽവേഷൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്നത് മാത്രമല്ല, അതിനുശേഷം ഒരു ക്രിസ്തു വിശ്വാസി എങ്ങനെ തന്റെ ജീവിതം നയിക്കണമെന്നുള്ള ഒരു ഉദ്ബോധനം കൂടിയ പൗലോസ് അപ്പോസ്തലൻ അവിടെ കൊടുക്കുന്നത്. അതായത് ക്രൂശിതനായ ക്രിസ്തു എന്ന് പറയുമ്പോൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന് മറ്റൊന്നിനെ കുറിച്ചും അറിയത്തില്ല എന്നൊരു ധ്വനി, അതായത് തന്നെ ഏൽപ്പിച്ച ദൗത്യം അത് എപ്രകാരം നിർവഹിച്ചുവോ ഹല്ലേലൂയ, അത് അപ്രകാരം തന്നെ നിർവഹിച്ച ശേഷം, പിതാവായ ദൈവം ആഗ്രഹിച്ച പോലെ നിർവഹിച്ച ശേഷം ഹല്ലേലൂയ, നിസ്സഹായാവസ്ഥയിൽ അങ്ങനെ കിടക്കുന്ന, തനിക്കൊന്നിനും മറ്റൊന്നിനും കഴിയുകയില്ല എന്നുള്ള ബോധ്യത്തോടു കൂടി അങ്ങനെ കിടക്കുന്ന ഒരു ക്രിസ്തു. ഹല്ലേലൂയ. ഇത് തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്
യേശു ക്രിസ്തുവിന്റെ സാൽവേഷനെ ബേസ് ചെയ്താണ്. അത് മാത്രമല്ല, അതിനുശേഷം ക്രിസ്തുവിനെ അറിഞ്ഞ ശേഷം മുന്നോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ട കാര്യമില്ല. ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എങ്ങനെയായിരിക്കുന്നുവോ അങ്ങനെ തന്നെ അറിഞ്ഞാൽ മതി, അതുപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി, മറ്റൊന്നിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള ഒരു ധ്വനിയാണ് അപ്പോസ്തലൻ കൊടുക്കുന്നത്. അതായത് ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട്. ചാറ്റ് GPT, അതുപോലെ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ കയ്യിലുള്ളപ്പോൾ, വിരൽത്തുമ്പിൽ പലതും കിട്ടാനുള്ളപ്പോൾ, നമുക്ക് മറ്റു പല കാര്യങ്ങളെ കുറിച്ചും അറിയുവാനും മറ്റു പലതിലേക്ക് പോകാനും നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് UK പോലുള്ള രാജ്യങ്ങളിൽ നമുക്കറിയാം, വളരെ കഴിഞ്ഞൊരു കാലഘട്ടത്തിൽ വളരെ മാറ്റങ്ങൾ സംഭവിച്ച, റാഡിക്കലായിട്ട് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് UK എന്ന് പറയുന്നത്. അതായത് അവിടെ ഒരുപാട് ക്രിസ്ത്യൻ ചർച്ചുകൾ വിൽക്കപ്പെട്ടു, ബാറുകളായി മാറി. ഒരുപാട് ചർച്ചകൾ, ക്രിസ്ത്യൻ ചർച്ചുകൾ മുസ്ലിം പള്ളികളായി മാറി. അതായത് ജനത്തിന്റെ ഇടയിലേക്ക്, ഹല്ലേലൂയ, മറ്റു പല അറിവുകൾ വന്നു കയറുകയും അതിന് ചെവി കൊടുക്കുകയും, അല്ലെങ്കിൽ മറ്റു ചില ഉപദേശങ്ങൾ വന്നു കയറുകയും, പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങൾ പോലുള്ള രാജ്യങ്ങളിൽ നമുക്കറിയാം, അവിടെ ഒരുപാട് കട്ട് സഭകളുണ്ട്. ഒരുപാട് ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ കാണുന്നതോടൊപ്പം തന്നെ ഒരുപാട് കൾട്ട് സഭകൾ, ഒരുപാട് ദുരുപദേശങ്ങൾ പറയുന്ന, അത് ലോകത്ത് എല്ലായിടത്തും ഉണ്ടെങ്കിലും ആഫ്രിക്കയിലൊക്കെ വളരെ കൂടുതലാണ്. ആഫ്രിക്കയിലെ എത്രത്തോളം ദൈവത്തിന്റെ നമ്മളിപ്പം ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും കാണാത്ത പോലെ ദൈവപ്രവർത്തനം അവിടെ കാണുന്നുണ്ടെങ്കിലും, നമ്മളും ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും കാണാത്ത പോലെ കൾട്ടുകളും അവിടെയുണ്ട്. നമുക്ക് ഗൂഗിളിലൊക്കെ എടുത്ത് നോക്കി, അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കി കാണാൻ കഴിയും. ഒരുപാട് ദുരുപദേശങ്ങൾ പ്രചരിക്കുന്ന സ്ഥലമാണ് ആഫ്രിക്ക. അതായത് മനുഷ്യൻ തങ്ങൾക്ക് ബോധിച്ചതുപോലെ, തങ്ങൾ കേട്ടതുപോലെ, തങ്ങൾക്ക്, അതായത് ശരീരത്തിനും മനസ്സിനും അനുഭൂതി കിട്ടത്തക്ക വിധത്തിൽ മറ്റു പല കാര്യങ്ങളിലേക്കും തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ. എന്താണോ യഥാർത്ഥ സുവിശേഷം, എന്താണോ യേശു കർത്താവിന്റെ കാൽവറി മരണത്തിലൂടെ ദൈവം മനുഷ്യാശിക്ക് മുമ്പിൽ വെച്ച ആ മെസ്സേജിൽ നിന്ന് വ്യതിചലിച്ച് അതിനെ ബേസ് ചെയ്ത് തന്നെ, അതായത് ആ ഒരു മെസ്സേജിനെ ബേസ് ചെയ്ത് തന്നെ പലപ്പോഴും മറ്റു പലതിലേക്ക് മാറിപ്പോകുന്ന അവസ്ഥ. അതെങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, ഇതിനോട് പലതിനെ, അതായത് ഒരു യഥാർത്ഥമായ ഒരു ശരിക്കുള്ള ഫലത്തെ, ഹല്ലേലൂയ, ആ ഫലത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിന്റെ മറ്റു പല ഡ്യൂപ്ലിക്കേറ്റിലേക്കും, ഇത് തന്നെയാണല്ലോ, ഇതിനോട് ഈ ഫലം പോലെയാണല്ലോ, ഇത് യഥാർത്ഥ ഫലം പോലെയാണല്ലോ എന്നുള്ള ഒരു ചിന്താഗതിയിൽ, അല്ലെങ്കിൽ പോലും, അതായത് ഒരു യഥാർത്ഥ ഫലത്തിന്റെ, അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു ചില വസ്തുക്കൾ കാണുമ്പോൾ, ഇത് ഈ ഫലത്തിന്റെ തന്നെ, അല്ലെങ്കിൽ അതിനെ പോലുള്ളതാണല്ലോ, അത് തന്നെ ആയിരിക്കുമെന്ന് കരുതിക്കൊണ്ട് പലതിലേക്കും വ്യതിചലിച്ചു പോകുന്ന മാനവജാതിയോട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു കൊടുക്കുന്ന, ഇന്നത്തെ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ആ ഒരു സംഭവവാസങ്ങൾ, മനുഷ്യജാതി അങ്ങനെ പറ്റിപ്പോകുന്ന ഈ കാലഘട്ടത്തിൽ അവരോടുള്ള ഉപദേശം പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്കുകൾ നമുക്ക് വ്യാഖ്യാനിക്കാം. അതായത്, നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് മാറിപ്പോകരുത്. സാൽവേഷന്റെ മുഖ്യമായ ശ്രദ്ധാകേന്ദ്രം, അല്ലെങ്കിൽ ക്രിസ്തുവാണ് സാൽവേഷന്റെ കാരണക്കാരൻ. അതായത് ആ സാൽവേഷൻ സ്വീകരിക്കുക മാത്രമല്ല, ആ സാൽവേഷൻ സ്വീകരിച്ച വ്യക്തി ക്രിസ്തു എങ്ങനെയായിരുന്നുവോ അങ്ങനെ തന്നെ ആയിരിക്കണം. അതായത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, അതായത് വേണേ പൗലോസ് അപ്പോസ്തലൻ പറയായിരുന്നു, റീസറക്ട് ചെയ്ത ക്രിസ്തു പറയായിരുന്നു, പറഞ്ഞില്ല. കാരണം ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് പറയാൻ പറയുമ്പോൾ മറ്റൊന്നിനും കഴിയത്തില്ല. അവിടെ ക്രൂശിൽ പെട്ടിങ്ങനെ കിടക്കുന്ന ക്രിസ്തു, യേശു ക്രിസ്തു, ആ ക്രിസ്തുവിന് മറ്റൊന്നിനെ കുറിച്ചും ആലോചിക്കാനോ ചിന്തിക്കാനോ കഴിയുന്നില്ല. മറിച്ച് താൻ എന്തിനു വേണ്ടി വന്നുവോ ആ മിഷൻ പൂർത്തിയായ ശേഷം അവിടെ ക്രൂശിൽ തന്നെ ഇങ്ങനെ കിടക്കുന്ന യേശു ക്രിസ്തു, അതായത് ലോകത്തിലെ വിശ്വാസിക്ക് താൻ ക്രിസ്തുവിൽ ക്രൂശിക്കപ്പെട്ടവനാണ്, ക്രിസ്തുവിനെ പോലെ ക്രൂശിക്കപ്പെട്ടവനാണെന്നും മറ്റൊന്നിലേക്കും തിരിച്ചു പോകാനുള്ള റൈറ്റ് ഇല്ല എന്നുമുള്ളൊരു മെസ്സേജ് പൗലോസ് അപ്പോസ്തലൻ കൊടുക്കുക. അതിന്റെ ബേസ്മെന്റ് എന്ന് പറയുന്നത്, അതിന്റെ കാരണം, പശ്ചാത്തലം എന്ന് പറയുന്നത്, ഗ്രീക്കിലെ വിശ്വാസികൾ ആ സമയത്ത് പൗലോസ് അപ്പോസ്തലൻ എഴുതി ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾ ഉത്തരം കൂടിയായിരുന്നു അത്. ഈ ദിവസങ്ങൾ, ഹല്ലേലൂയ, ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് സംശയങ്ങളും ഒരുപാട്, ഹല്ലേലൂയ, പലതും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അതായത് ലോകത്തെ നമ്മൾ കാണുമ്പോൾ, നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ, ഈ ലോകത്ത് സംഭവിക്കുന്ന സംഭവവികാസങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, പലപ്പോഴും മറ്റു പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും നോക്കേണ്ട ഒറ്റ രൂപമേ ഉള്ളൂ, ക്രൂശിതനായ യേശു ക്രിസ്തു. വിഗ്രഹം ഉണ്ടാക്കണമെന്നല്ല, ആ നമ്മുടെ മനസ്സിൽ എപ്പോഴും വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഫിഗർ എന്ന് പറയുന്നത് ക്രിസ്തുവേശു ക്രൂശിൽ കിടന്ന ആ ഒരു കാഴ്ചയാണ്. കാരണം ക്രിസ്തു എന്താണോ പഠിപ്പിച്ചത്, ക്രിസ്തു എന്താണോ പറഞ്ഞത്, അതിൽ നിന്ന് മാറിപ്പോകാതെ യേശു ക്രിസ്തുവിനെ മാത്രം ഫോക്കസ് ചെയ്യുവാൻ, യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ മാത്രം കേൾക്കുവാൻ, എന്താണോ വചനം പറയുന്ന വാക്കുകൾ അതിൽ ശ്രദ്ധ കൊടുക്കുവാൻ തക്കവണ്ണമാണ് ഒരു ക്രിസ്തു വിശ്വാസി എപ്പോഴും ആഗ്രഹിക്കേണ്ടതും പഠിക്കേണ്ടതും ശ്രമിക്കേണ്ടതും. അതിൽ നിന്ന് മാറി ചിന്തിക്കുന്ന എല്ലാം ക്രിസ്തുവിൽ നമ്മളെ അകറ്റിക്കളയുന്നതാണ്. അതാണ് കൊരിന്ത്യർ സഭയ്ക്ക് സംഭവിച്ചത്. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഈ പൗലോസ് അപ്പോസ്തലൻ എഫെസോസിൽ ഈ ഒരു ലേഖനം എഴുതുമ്പോൾ അതിന്റെ ഈ ഒരു വാക്കിൽ എഴുതാൻ വേറൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്. എഫെസോസിൽ ആ സമയത്ത് നിലനിന്നിരുന്നതായ വളരെ നീചമായ ചില
ആചാരങ്ങളായിരുന്നു. അത് ഞാൻ പറയുന്നില്ല. അപ്പോ അതിനെയും ബേസ് ചെയ്തൊക്കെയാണ് ഈ പൗലോസ് അപ്പോസ്തലൻ ഈ വാക്കുകൾ എഴുതി വിടുന്നത്. സ്തോത്രം. അപ്പോ എനിക്ക് അതിന്റെ നമ്മൾ പറയാനുള്ളത്, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ഫോക്കസ് ക്രിസ്തുവിലേക്കാകട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, അതായത് യേശു ക്രിസ്തുവിലേക്കൊന്നും മാത്രമല്ല, ക്രിസ്തു ക്രൂശിൽ എങ്ങനെയായിരുന്നു, നമ്മുടെ ഭൗതിക ചുറ്റുപാടുകൾ, നമ്മുടെ നമ്മൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ, അതിലൊക്കെ ഒരുപാട് നമ്മളെ സ്വാധീനിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ, പക്ഷെ ഒരു ക്രിസ്തു വിശ്വാസം എന്ന നിലയ്ക്ക് നമ്മുടെ ഫോക്കസ് എപ്പോഴും ക്രിസ്തുവിലേക്കാകട്ടെ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഹോൾ ബൈബിൾ പറഞ്ഞ യേശുവിലേക്കാണെങ്കിൽ കൂടി തന്നെയും നമ്മുടെ ജീവൻ നമ്മൾ മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മുടെ ഫോക്കസ് എപ്പോഴും ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, ഹാലലൂയ, ക്രിസ്തുവിനെ പോലെ ക്രൂശിൽ ക്രൂശിക്കപ്പെട്ടവൻ, എനിക്ക് മറ്റൊന്നിലേക്കും ഇനി പോകാൻ കഴിയത്തില്ല എന്നുള്ള ബോധ്യത്തോടു കൂടി ആ ഒരു ചിന്തയോടുകൂടി നമ്മൾ ആയിരിക്കാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അത്തരം ജീവൻ നയിപ്പാൻ തക്കണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിന് പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമാണ്. അതിനുവേണ്ടി ദൈവ ദിവസങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും അത് അങ്ങനെ ആഗ്രഹിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. തുടർന്ന്